Kitchen Family YouTube channel. Hi everyone. Hi everyone. How are you? Fine? ഹായ്, എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് വിചാരിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബർദുബായിലുള്ള ടെമ്പിൾ ഉണ്ടല്ലോ, കൃഷ്ണ ടെമ്പിൾ. അപ്പോൾ അവിടെ പോവാണ് തൊഴുകാൻ വേണ്ടിയിട്ട്. അവിടെ ഇപ്പോൾ മറ്റേ വലിയ അമ്പലം ഉണ്ടായിരുന്നു, അതെടുത്തല്ലോ. അതെടുത്തിട്ട് ജബലലിക്കാക്കി. സോ അവിടെ ചെറുതായിട്ടൊരു കൃഷ്ണൻ്റെ ഒരു അമ്പലമുണ്ട്, അത് അവിടേക്കാണ് കേട്ടോ പോണത്. അപ്പം മെട്രോയിലാണ് പോകുന്നത്. മെട്രോയിൽ പോയാൽ കുറച്ച് ഈസി ആയിട്ടുണ്ടാവും. വണ്ടിയിൽ പോവുകയാണെങ്കിൽ പാർക്കിങ്ങിനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഞങ്ങൾ മെട്രോ ഒക്കെ ഇറങ്ങി. ഈ സ്ഥലം വന്നിട്ട് നമ്മൾ പഴയ ദുബായ് എന്നാണ് കേട്ടോ പറയുക, ഓൾഡ് ദുബായ് എന്നാണ് പറയുക. ഫസ്റ്റ് ഷെയ്ഖ് സായിദ് അൽ മക്തും വന്നിട്ട് അവരുടെ ഫാമിലിയെല്ലാം ഇവിടെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പഴയ ആ ഒരു ഹെറിറ്റേജിൻ്റെ ഇതൊക്കെ അവർ അതേമാതിരി തന്നെ കൊണ്ടുവരുന്നുണ്ട്. അവിടെ നമ്മൾ മെട്രോ ഇറങ്ങുമ്പോൾ തന്നെ അവിടെ ഉണ്ടാവും അവരുടെ പഴയ കാലത്തുള്ള എങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്, ആ ഫോട്ടോസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും മെട്രോ ഉണ്ടാവും. അപ്പോൾ ഇതാ വരുന്ന വഴിയിലുള്ളതാണ് കേട്ടോ കുറേ സാരികളും പിന്നെ ചോക്ലേറ്റ്സ്, ഡേറ്റ്സ് അങ്ങനെയെല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലത്ത് വരുന്നത്. ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയാം. ഈ ഭാഗത്ത് പോകുന്നത് വേറെ നമുക്ക് എവിടെയും ഉണ്ടാവില്ല കേട്ടോ. ഇതൊരു ഡിഫറെൻറ്റ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ വുഡ് കൊണ്ടുള്ള ഓരോരോ പോകാനുള്ള ഒരു വേ ഒക്കെ ഉണ്ടാക്കിയെന്ന് കണ്ടോ. പിന്നെ അതുമല്ല, നമുക്ക് വേറെ എവിടെയും അങ്ങനെ ഇതേമാതിരിയുള്ള ഒരു ഇത് ഉണ്ടാവില്ല. ഷോപ്സ് നമുക്ക് ഇവിടുന്ന് കണ്ടത് നമ്മൾ ഇവിടെ തന്നെ വന്ന് വാങ്ങിക്കണം, വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ വരുന്നത് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും മോർണിംഗ് വരാമെന്ന് പറയും, പക്ഷേ ഞാൻ പറയും ഈവനിങ് പോകുമ്പോഴാണ് ഈ കടകളെല്ലാം ഓപ്പൺ ചെയ്തിരുന്നത്. നമുക്ക് ഇങ്ങനെ നടന്ന് കാണാൻ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. കുറേ ഡ്രസ്സുണ്ട്, പിന്നെ പഴയ എന്താ പറയുക, ഇതെല്ലാം സ്പൈസസും ഹേർബ്സ് എല്ലാം ആണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ സ്റ്റോൺ, പക്ഷെ അതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. കുറേ ഐറ്റംസ് ഉണ്ട്, പലതൊന്നും നമുക്ക് അറിയുന്നില്ല. ഈ അറബീൻ്റെ കുറേ സ്മെല്ല് വരുന്നത്, പുകയ്ക്ക്
അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പുതിയ ക്യാലണ്ടറെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. തൊഴുതു അവിടെ പ്രസാദം പറഞ്ഞ സ്വീറ്റാണ് കേട്ടോ തരും അവർ. സ്വീറ്റും പിന്നെ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. പിന്നെ അവിടെ കുറേ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ വരുമ്പോഴും ആ തുളസിയിൽ നിന്ന് 2 ഇല പറിച്ചിട്ട് കടിച്ചിട്ടേ വരുള്ളൂ. കറിവേപ്പില ചെടികളെല്ലാം ഉണ്ട്. പിന്നെ അതാ കുറേ കടകളുണ്ടാവും കേട്ടോ അതേമാതിരിയുള്ളത്. ഫ്ലവേഴ്സ്, പിന്നെ സ്വാമിയുടെ ഐറ്റംസ്, വിളക്ക്, അതുമാതിരിയുള്ള ഐറ്റംസ് എല്ലാം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ എപ്പോൾ പോകുമ്പോഴും അവിടെ നിന്ന് പൂ വാങ്ങിക്കാറുണ്ട്. വീട്ടിൽ വന്നിട്ട് എപ്പോഴും സ്വാമി ഫോട്ടോൻ്റെ അവിടെ വയ്ക്കും പൂ വാങ്ങിയിട്ട്. അതാണ് ഓൾഡ് ദുബായ്. ഇവിടെ അൽ ഗുബൈബ എന്ന് പറയും ഈ സൈഡ്. ഇതിൻ്റെ ഇങ്ങോട്ട് വരണമെങ്കിൽ പിന്നെ ബോട്ടിലും കൂടി വരാം കേട്ടോ. അവിടെ 1 ദിർഹമോ 2 ദിർഹമോ എന്തോ ആണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. അങ്ങനെ വരികയാണെങ്കിൽ അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും ബോട്ടിൽ വരുന്നത്. പിന്നെ ഇത് കണ്ടോ കുറേ ബാഗ്സുകൾ, പക്ഷെ അത് കുറച്ച് വില ഉണ്ടായിരുന്നു. ഇത് പിന്നെ സ്റ്റോണൊക്കെ വെച്ചിട്ട് അവർ ബ്രേസ്ലെറ്റ് മാതിരി ചെയ്തിട്ടുണ്ട്. പിന്നെ ദൃഷ്ടിക്ക് വേണ്ടിയിട്ട് വീടുകളിലാണെങ്കിലും പിന്നെ വണ്ടിയിൽ ഷോപ്പുകളിലൊക്കെ ഹാങ് ചെയ്യുന്ന മാതിരിയുള്ള ഇതാണ്. ചെറുതുണ്ട്, വലിയ ഐറ്റംസ് ഉണ്ട്. പിന്നെ കണ്ടില്ലേ കുറേ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് അവിടെ പോകുമ്പോൾ ഇവർക്ക് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഇവിടെ സ്ട്രീറ്റ് മാതിരിയുള്ള അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ മേലെ കുറേ എന്താ പറയുക അവിടെ ബോക്സിൽ വെച്ചെന്ന് കണ്ടില്ലേ, അതേമാതിരിയുള്ള ഐറ്റംസൊക്കെ അവർ മേലെ സ്പ്രിങ്കിൾ ചെയ്ത് തരും. കിച്ചു വന്നിട്ട് മാംഗോ വേണമെങ്കിൽ മാംഗോ ഫ്ലേവർ എടുത്തു. ചെറിയ ആൾ വന്നിട്ട് സ്ട്രോബെറി എടുത്തു. അപ്പോൾ ഇവിടെ വന്ന് എപ്പോഴും ഞാൻ ചില സമയത്ത് വരുന്ന സമയത്ത് ഈ വെള്ളത്തിൽ വന്നിട്ട് ഇതുണ്ടാവും, ഫിഷുകളുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാറുണ്ട് ഇങ്ങനെ ഗോതമ്പുണ്ട് അല്ലേ, ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദ മാവ് അങ്ങനത്തെ ഒക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉരുട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും ഫിഷിന്. അപ്പോൾ അവർ ഓടി വന്ന് കഴിക്കും. ഞാനും ഇതേമാതിരി അത് കണ്ടിട്ട് നല്ലതാണ് അത്ര ഇങ്ങനെ ഫിഷിന് കഴിക്കാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ മാവുണ്ടെങ്കിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇട്ട് കൊടുക്കുമ്പോൾ ഓടി വരും കഴിക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ ഇവിടെ അടുത്ത് നിന്നിട്ട് കുറേ ആൾക്കാർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇവിടുന്ന് ആ സൈഡിലേക്ക് പോകുന്നത്. ആ സൈഡ് വന്നിട്ട് ദേര പറയും. അതും ഒരു എന്താ പറയുക ഷോപ്പ്, കുറേ മാർക്കറ്റ് മാതിരി ഉണ്ടാവും. വലിയ ഫേമസ് ആയ സ്ഥലമാണ് കേട്ടോ ദേര എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ കുറേ എന്താ പറയുക ഷോപ്പ്, ഗോൾഡ് ഷോപ്സ്, ഇങ്ങനെ കുറച്ച് കുറവായിട്ടുള്ള ഐറ്റംസൊക്കെ കിട്ടും ദേര പറഞ്ഞ സ്ഥലത്ത്. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ അതിനെന്തോ 1 ദിർഹമോ 2 ദിർഹമോ എന്തോ കൊടുക്കണം ഇവിടുന്ന് ആ സൈഡിലേക്ക് ആ ബോട്ടിൽ പോകുന്നത്. അപ്പോൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഈ ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് മെട്രോ ഇതൊക്കെ വന്നത്. പക്ഷെ ആ ഒരു പഴയ ഒരു കൾച്ചർ അവർ ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. കുറേ പെർഫ്യൂംസ് കണ്ടില്ല വെച്ചിട്ടുണ്ട്. പക്ഷെ അത് കാണുമ്പോൾ ആ ഭംഗി കാണുമ്പോഴേ ഒരു നല്ല രസമാണ്. പിന്നെ കുറേ നട്ട്സ് വെച്ചിട്ടുണ്ട്, ഡ്രൈ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ നട്ട്സൊക്കെ വന്നിട്ട് ഫ്രൈ ചെയ്തതുകൊണ്ട് റോ ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ. നല്ല സോൾട്ട് എന്തൊക്കെ സ്പൈസൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു, നന്നായി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. ഇതൊക്കെ പിന്നെ കിച്ചുവിൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല. അവൻ തന്നെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാവുള്ളൂ. ഈ തണുപ്പ് സമയത്ത് വരുന്നതാണ് കേട്ടോ നല്ല രസം. സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ബൈ. See you next time.